ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 188 നമ്മൾ ആഗ്രഹിക്കും ഗുരുദേവൻ നിശ്ചയിക്കും. ഭാഗം 188 നമ്മൾ ആഗ്രഹിക്കും ഗുരുദേവൻ നിശ്ചയിക്കും ഇവിടെ ആരംഭിക്കുന്നു. ശിവഗിരി മുകളിൽ വാഴും ദേവ ശരണം തരണം ഗുരുദേവ, അവശജനത്തിനഭയം നൽകാൻ ജന്മമെടുത്തൊരു ഗുരുദേവ. കാഞ്ചീപുരത്ത് ഗുരുദേവന്റെ ശിഷ്യനായിരുന്ന ഗോവിന്ദാനന്ദ സ്വാമികൾ സ്ഥാപിച്ച ആശ്രമമാണ് ശ്രീനാരായണ സേവാശ്രമം. ഇടയ്ക്ക് സ്വാമികൾ ശിവഗിരിയിലെത്തി കുറച്ചുനാൾ താമസിക്കുകയുണ്ടായി. അതിനിടയിൽ ഒരു ദിവസം ഗുരുദേവൻ ഗോവിന്ദാനന്ദ സ്വാമികളെ വിളിച്ചു കാഞ്ചീപുരത്തെ സേവാശ്രമത്തിലേക്ക് ഉടനെ പോകണമെന്ന് കൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ മഠത്തിലെ അന്തേവാസിയായിരുന്ന ഭാർഗവനും കാഞ്ചീപുരത്ത് പോകുവാനുള്ള ആഗ്രഹമുണ്ടായി. അതിനുള്ള അനുമതിക്കായി ഭഗവാൻ ഗുരുവിനോട് അപേക്ഷിച്ചു. എന്നാൽ ഗുരുദേവൻ അത് അനുവദിക്കുകയുണ്ടായില്ല. അതിൽ വലിയ വിഷമവും നിരാശയും ഭാർഗവനുണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാർഗവനെ ഗുരുദേവൻ വിളിപ്പിച്ചു. കാഞ്ചീപുരത്തേക്ക് പോകുവാനുള്ള അനുമതി നൽകാനായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു ഭാർഗവൻ ഓടിയെത്തി തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു. ഗുരുദേവൻ ഭാർഗവന്റെ പ്രത്യാശാഭരിതമായ മുഖത്തേക്ക് നോക്കി ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: കാഞ്ചീപുരത്ത് ഇപ്പോൾ നിന്റെ ആവശ്യമില്ലല്ലോ. നീ ആയുർവേദ കോളേജിൽ ചേർന്ന് പഠിപ്പ് തുടരണം. താമസിയാതെ ഭാർഗവന് ആയുർവേദ കോളേജിൽ പ്രവേശനം കിട്ടുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യപ്പെട്ടു. അങ്ങനെ ഭാർഗവൻ ആയുർവേദ കോളേജിൽ ചേർന്ന് പഠനം തുടങ്ങി. എല്ലാ ക്ലാസ്സുകളിലും ഒന്നാമനായി വിജയിച്ചു. ഒടുവിൽ അതേ കോളേജിൽ തന്നെ അധ്യാപകനായി ജോലിയും കിട്ടി. പിൽക്കാലത്ത് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിൻ്റെ പ്രിൻസിപ്പാളായി വളരെ കാലം സേവനമനുഷ്ഠിക്കുന്നതിനും ഭാർഗവൻ വൈദ്യർക്ക് നിയോഗമുണ്ടായി. തൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമായത് ഗുരുദേവൻ്റെ അന്നത്തെ ആ കൽപ്പനയാണെന്ന് വൈദ്യർ പിന്നീട് പറയുകയും എഴുതുകയും ചെയ്തിരുന്നു. ശിവഗിരി മുകളിൽ വാഴും ദേവ ശരണം തരണം ഗുരുദേവ, അവശജനത്തിനഭയം നൽകാൻ ജന്മമെടുത്തൊരു ഗുരുദേവ. ശിവഗിരി മുകളിൽ വാഴും ദേവ ശരണം തരണം ഗുരുദേവ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 188 നമ്മൾ ആഗ്രഹിക്കും ഗുരുദേവൻ നിശ്ചയിക്കും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.